വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 451, അതായത് തിങ്കളാഴ്ച ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിനെ കുറിച്ചും ഈ കഴിഞ്ഞു പോയ ആഴ്ചകളിൽ ഈ 5 എപ്പിസോഡ്, അതായത് ലാസ്റ്റ് വീക്ക് വന്ന 5 എപ്പിസോഡുകളിലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഈ ലാസ്റ്റ് വീക്ക് വന്ന എപ്പിസോഡുകളെ കുറിച്ച് പറയാം. നമുക്കറിയാം, ഈ ഒരു എപ്പിസോഡിൽ വെറും 6 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഉപ്പുമുളകും ടീം എപ്പിസോഡുകൾ ഡെലിവർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആർട്ടിസ്റ്റുകൾ വളരെ കുറവായിരുന്നു. നീലുവും കേശുവും പാറുക്കുട്ടിയും റാംകുമാറും ഹൈമോദിയും ദിയും മാത്രമായിരുന്നു എപ്പിസോഡുകളിൽ ഉണ്ടായിരുന്നത്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബാലു റീജോയിൻ ചെയ്തു. അപ്പോൾ ലച്ചുവും ശിവാനിയും സുരേന്ദ്രനും ഇവരൊക്കെ എപ്പിസോഡുകളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കുറവ് എപ്പിസോഡുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഇതുപോലെ ബാലു അല്ലെങ്കിൽ മെയിൻ ലീഡ് ആരെങ്കിലും ലീവ് എടുത്ത് കഴിഞ്ഞാൽ ശങ്കരണ്ണനെയോ ഭവാനിയമ്മയോ ഇവരാരെങ്കിലും കൊണ്ടുവരില്ലാണ് പതിവ്. പക്ഷേ ഈ ആഴ്ച അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് വീക്ക്, ഇതിന് മുമ്പത്തെ ആഴ്ചത്തെ എപ്പിസോഡുകളെക്കാളും കുറച്ച് കണ്ടൻറ് വൈസും എൻ്റർടൈൻമെൻറ്റ് വൈസും കുറഞ്ഞു നിന്ന എപ്പിസോഡുകൾ തന്നെയായിരുന്നു ഈ ലാസ്റ്റ് വീക്ക് വന്നതെല്ലാം. വീണ്ടും റാംകുമാറിയും ഹൈമോദിയും ഇവരുടെ ഒരു സെപ്പറേറ്റ് പ്ലോട്ട് പോകുന്ന പോലെ തോന്നി. അതായത് ഇവരുടെ വഴക്ക് എല്ലാ എപ്പിസോഡിലും ഒരു കണ്ടൻറ്റായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ പോണ പോലെയും പാറമട വീട്ടിൽ കണ്ടൻറ്റുകൾ മെയിനായിട്ട് പോകുന്ന പോലെയായിരുന്നു എപ്പിസോഡുകൾ വന്നുകൊണ്ടിരുന്നത്. ആർട്ടിസ്റ്റുകൾ അത് ഇല്ലാത്ത സ്ഥിതിക്ക് സീസൺ 1 ഏതെങ്കിലും ഒരു ക്യാരക്ടർ രമയെയും ജയന്തനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ സീസൺ 1 ഏതെങ്കിലും ഒരു ക്യാരക്ടറെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോർമലുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് തന്നെ ഓട്ടുകയായിരുന്നു ചെയ്തത്. ഏതായാലും ഈ ആഴ്ച വന്ന എപ്പിസോഡുകളിൽ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ ഏത് എപ്പിസോഡുകളും ഇല്ല. ഒക്കെ ഒരു ആവറേജ് എപ്പിസോഡുകൾ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക്, അതായത് തിങ്കളാഴ്ച ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡ് തൊട്ട് അടുത്ത ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് 351 എപ്പിസോഡ്. കണ്ടൻറ് എന്താണെന്നൊന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ലാസ്റ്റ് വീക്ക് തൊട്ട് തന്നെ ഇവർ ആ ഒരു TV പ്രോമോ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് മെയിൻ പ്രോമോവും ഉപ്പുമുളകിൻ്റെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലെങ്കിലും ശിവാനിയും ലച്ചുവൊക്കെ തിരിച്ചു വരുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ശിവാനി വരാൻ ചാൻസസ് വളരെ കുറവാണ്. ശിവാനി ഒരു ലോങ് ലീവ് എടുത്തിരിക്കുകയാണെന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. കാരണം എക്സാംസ് ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശിവാനി ഒരു ലോങ് ലീവ് എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ശിവാനി ഒരു ലോങ് ലീവ് എടുത്തിട്ട് ഏപ്രിലിന് ശേഷമാണ് ഉപ്പുമുളകിനിട്ട് റീജോയിൻ ചെയ്തത്. അതുപോലെ തന്നെയായിരിക്കും ഇക്കൊല്ലവും. ലച്ചു അധികവും അടുത്ത ആഴ്ച തൊട്ട് എപ്പിസോഡുകളിൽ ഉണ്ടാവാൻ ഹൈലി ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ തന്നെ ലച്ചു ഉണ്ടാവാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. കാരണം ലച്ചു ഒരു ചെറിയൊരു ഷോർട്ട് ലീവ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡൽഹിക്ക് എന്തോ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ലച്ചു ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ തിരിച്ചെത്തിയെന്ന് കഴിഞ്ഞ വീക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ലച്ചു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഉപ്പുമുളകും ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തിങ്കളാഴ്ച വരാൻ പോകുന്ന എപ്പിസോഡിൽ ചിലപ്പോൾ ഹൈലി ചാൻസസ് ഉണ്ട് ലച്ചു ഉണ്ടാവാനായിട്ട്. പിന്നെ അടുത്ത ആഴ്ച വല്ല ഗസ്റ്റ് എൻട്രീസ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഡൗട്ട് തന്നെയാണ്. കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ 2 ക്യാരക്ടേഴ്സ് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഒരു മെയിൻ ക്യാരക്ടറുടെ ഒരു റീഎൻട്രി ആയിരിക്കും. സിദ്ധുവിൻ്റെയൊക്കെ ഒരു റീഎൻട്രി ഉണ്ടാവാൻ ഹൈലി ചാൻസസ് ഉള്ള മന്ത് തന്നെയാണത്. കാരണം സിദ്ധുവിൻ്റെ തിരിച്ചു വരവ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള രീതിക്ക് ഡയറക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീലുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസ് അല്ല, ഒരു പുതുമുഖമായതുകൊണ്ട് ആ ഒരു ഓഡീഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും സിദ്ധുവിൻ്റെ റീഎൻട്രി ഇത്രയും ഡിലേ ആവുന്നത്. ഏതായാലും അടുത്ത ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡിലൊക്കെ എക്സൈറ്റഡ് ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.